നമസ്കാരം. ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും നോക്കാം. മാധ്യമത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ള വാർത്ത അദാനിക്ക് അറസ്റ്റ് വാറന്റ് ലഭിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. സോളാർ കരാറിന് 2100 കോടി രൂപ കൈക്കൂലി, അമേരിക്കൻ നിക്ഷേപകരെ കബളിപ്പിച്ചു, അദാനിക്ക് അറസ്റ്റ് വാറന്റ് എന്നുള്ളതാണ് തലക്കെട്ട്. കുറ്റം ചുമത്തിയത് അമേരിക്കൻ കോടതി, അദാനി ഓഹരികൾ കൂപ്പുകുത്തി. വാർത്ത വിശദമായി പറയാം. ഇന്ത്യൻ സമ്പന്നരിൽ രണ്ടാമനായ ഗൗതം അദാനിക്കെതിരെ വഞ്ചന, കൈക്കൂലി കുറ്റം ചുമത്തി അമേരിക്കൻ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. ഇന്ത്യയിൽ സോളാർ കരാറുകൾ കിട്ടാൻ 2100 കോടി രൂപയിലേറെ കൈക്കൂലി നൽകിയതിന് അമേരിക്കൻ നിക്ഷേപകരെ കബളിപ്പിച്ചതിനുമാണ് അദാനി ഗ്രൂപ്പ് തലവൻ ഗൗതം അദാനിക്കും അനന്തരവൻ സാഗർ അദാനിക്കുമെതിരെ ന്യൂയോർക്ക് കോടതി കുറ്റം ചുമത്തിയത്. അമേരിക്കൻ വിപണിയുമായി ബന്ധപ്പെട്ട അഴിമതി വിദേശത്ത് നടന്നാലും രാജ്യത്തിനകത്ത് അന്വേഷണവും കുറ്റവിചാരണയും നടത്തുവാനുള്ള US നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ US അറ്റോർണി ഓഫീസറും സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷനും ചേർന്ന് നടത്തിയ നീക്കത്തെ തുടർന്നാണ് കോടതി നടപടി. അതിൽ കുറ്റാരോപിതർ 8 പേർ എന്ന പേരിൽ മറ്റൊരു കോളം കൂടെയുണ്ട്. ബ്രൂക്ലിനിലെ അമേരിക്കൻ ഫെഡറൽ കോടതി ഗൗതം അദാനിക്കും അനന്തരവൻ സാഗർ അദാനിക്കുമൊപ്പം വിനീത് S. ജെയിൻ, സഞ്ജിത് ഗുപ്ത, രൂപേഷ് അഗർവാൾ, സിറിൻ കാബൻസ്, ഗൗരം അഗർവാൾ, ദീപക് മൽഹോത്ര എന്നിവർക്കെതിരെയാണ് ഗൂഢാലോചന കുറ്റം ചുമത്തിയത്. മറ്റു പ്രധാനപ്പെട്ട വാർത്തയായി ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വാർത്തയായി നൽകിയിട്ടുള്ളത് അദാനിയെ അറസ്റ്റ് ചെയ്യണം, രാഹുൽ ഗാന്ധി എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ്. സോളാർ പദ്ധതികൾക്ക് ഇന്ത്യയിൽ 2200 കോടി കൈക്കൂലി നൽകിയതിന് അമേരിക്കൻ കോടതി കുറ്റം ചുമത്തിയതിന് പിന്നാലെ ഗൗതം അദാനിയെ അടിയന്തരമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംരക്ഷകനായതിനാൽ അദാനിയെ അറസ്റ്റ് ചെയ്യില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും അമേരിക്ക കുറ്റക്കാരനാണെന്ന് ആരോപിക്കപ്പെട്ട അദാനിയെ ഇന്ത്യയിൽ ഏത് തരത്തിൽ സ്വീകരിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശക്തമായ രീതിയിൽ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ഇന്ത്യയുടെ നിലപാടെന്ന് കണ്ടറിയാം. നടൻ മേഘനാഥൻ അന്തരിച്ചു എന്ന വാർത്താ മാധ്യമത്തിൽ നൽകിയിട്ടുണ്ട്. ഗസയിലെ യുദ്ധക്കുറ്റം, നെതന്യാഹുവിന് ICC അറസ്റ്റ് വാറന്റ്. മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്, ഹമാസ് നേതാവ് മുഹമ്മദ് ദൈഫ് എന്നിവർക്ക് വാറന്റ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു, മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്, ഹമാസ് സൈനിക കമാൻഡർ മുഹമ്മദ് ദൈഫ് എന്നിവർക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. ഗസയിലെ യുദ്ധക്കുറ്റങ്ങളുടെ പേരിലാണ് ഇസ്രായേൽ നേതാക്കൾക്കെതിരെ അറസ്റ്റ് വാറന്റ്. കരിങ്കൊടി വീശിയുള്ള പ്രതിഷേധം അപകീർത്തിപരമോ നിയമവിരുദ്ധമോ അല്ലെന്ന് ഹൈക്കോടതി. ചിഹ്നങ്ങളോ പ്രകടമായ രൂപങ്ങളോ അപകീർത്തിപ്പെടുത്തലിൻ്റെ ഭാഗമായി പറയാമെങ്കിൽ ഏത് നിറത്തിലുള്ള കൊടി ഉപയോഗിച്ചുള്ള പ്രതിഷേധവും നിയമവിരുദ്ധമല്ലെന്ന് കോടതി വ്യക്തമാക്കി. സജി ചെറിയാൻ്റെ വിവാദ പ്രസംഗം, ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവ്. പോലീസ് അന്വേഷണ റിപ്പോർട്ടും മജിസ്ട്രേറ്റ് കോടതി ഉത്തരവും ഹൈക്കോടതി റദ്ദാക്കി. CBI അന്വേഷണം ആവശ്യം തള്ളി. ഭരണഘടന അവഹേളിച്ച് മന്ത്രി സജി ചെറിയാൻ നടത്തിയ വിവാദ പ്രസംഗത്തിൽ ഹൈക്കോടതി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഭരണഘടനയെ അപമാനിക്കും വിധം 2022 ജൂലൈ 3 മന്ത്രി പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ പ്രസംഗിച്ച സംഭവത്തിൽ മന്ത്രിക്ക് ക്ലീൻ ചീറ്റ് നൽകിയ പോലീസ് അന്വേഷണ റിപ്പോർട്ടും തുടരന്വേഷണ ആവശ്യം നിഷേധിച്ച് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഉത്തരവും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് റദ്ദാക്കി. സത്യസന്ധമായ ഉദ്യോഗസ്ഥനെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി സംസ്ഥാന സർക്കാർ ഉത്തരവിടണമെന്നും അനാവശ്യമായ വൈകിപ്പിക്കലില്ലാതെ എത്രയും വേഗം പൂർത്തീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ധാർമ്മികതയുടെ പ്രശ്നമല്ല, രാജിയില്ല മന്ത്രി സജി ചെറിയാൻ. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മന്ത്രിസ്ഥാനത്ത് തുടരുന്നതിൽ ധാർമ്മികമായ പ്രശ്നമില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുമ്പ് ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചു. ആ ധാർമ്മികതയുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു. അതിനുശേഷം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. താനിപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നത്തെ മാധ്യമത്തിലെ പത്രങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. അടുത്ത ദീപികയാണ്. ദീപികയിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ ഇരട്ടപ്രഹരം, കരിങ്കൊടിക്ക് പച്ചക്കൊടി, സജിക്ക് ചുവപ്പ് കൊടി. അതായത് കരിങ്കൊടി കാട്ടി പ്രതിഷേധിക്കുന്നത് അപകീർത്തിപരമായ പ്രതിഷേധമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞതും ഒപ്പം സജി ചെറിയാൻ ക്ലീൻ ചീറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ട പുനരന്വേഷണം വേണമെന്ന തരത്തിലേക്കുള്ള ഹൈക്കോടതിയുടെ ഉത്തരവൊക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ളൊരു തലക്കെട്ട്. കരിങ്കൊടിക്ക് പച്ചക്കൊടി, സജിക്ക് ചുവപ്പ് കൊടി. വളരെ ആകർഷകപരമായ തലക്കെട്ടാണ് അതിൽ നൽകിയിട്ടുള്ളത്. അദാനിക്കെതിരെ അമേരിക്കയിൽ കുറ്റപത്രം, വഞ്ചന, കൈക്കൂലി എന്ന തലക്കെട്ടോടുകൂടി അദാനിക്കെതിരെ അമേരിക്ക അറസ്റ്റ് വാറന്റ് പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നു ദീപികയിൽ. നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് എന്ന വാർത്തയ്ക്ക് ഇവിടെ നൽകുന്നുണ്ട് ദീപിക. നടൻ മേഘനാഥൻ അന്തരിച്ച വാർത്തയ്ക്ക് ചെറിയ കോളത്തിലായി പ്രാധാന്യം നൽകുന്നു ദീപിക. ദുരന്ത സഹായം വൈകുന്നതിനുള്ള പ്രതിഷേധം അറിയിക്കണം മുഖ്യമന്ത്രി.
എന്ന തലക്കെട്ടോടുകൂടി വയനാട് ദുരന്തത്തിൽ കേരളത്തിന് അർഹമായ കേന്ദ്ര ദുരന്ത സഹായം വൈകുന്നതിലുള്ള പ്രതിഷേധം സംസ്ഥാനത്തു നിന്നുള്ള എംപിമാർ കേന്ദ്രത്തെ അറിയിക്കണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തു നിന്നുള്ള എംപിമാരുടെ യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടൽ ദുരന്തവുമായി ഏറെ നാൾ കഴിഞ്ഞിട്ടും കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേക ധനസഹായമൊന്നും കേരളത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും ഇത് സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാവേലിനാട് എന്ന കാർട്ടൂൺ പരമ്പരയിൽ കോടതി വിധി രാജിക്കുള്ള സാഹചര്യമല്ലെന്നും മന്ത്രി സജി ചെറിയാൻ. ധാർമ്മികത രാഷ്ട്രീയത്തിൽ അത്ര വലിയ കുന്തവും കുടച്ചക്രവുമാണെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് ഇതിനെ തലക്കെട്ടായി നൽകുന്നത്. അദ്ദേഹം ഭരണഘടനയെ അവഹേളിച്ച വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ കാർട്ടൂണിൽ പറഞ്ഞിട്ടുള്ളത്. നിജാർ വധം പ്രധാനമന്ത്രിക്ക് അറിവുണ്ടായിരുന്നുവെന്ന് ആരോപണം തള്ളി കേന്ദ്രം. ഖലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നിജാർ വധത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിവുണ്ടായിരുന്നുവെന്ന് കനേഡിയൻ മാധ്യമ റിപ്പോർട്ട് തള്ളി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. പഠനകാര്യങ്ങൾ വാട്സപ്പിലൂടെ നൽകുന്നത് വിലക്കി വിദ്യാഭ്യാസ വകുപ്പ്. ബാലാവകാശ കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നോട്ടീസ് ഉൾപ്പെടെയുള്ള പഠനകാര്യങ്ങൾ വാട്സപ്പ് പോലെയുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകുന്നത് വിലക്കി. പരാതി പരിഹാരത്തിനായി താലൂക്ക് അദാലത്ത് വരുന്നു എന്ന മറ്റൊരു വാർത്ത. 1.5 വർഷത്തിനകം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാനായി താലൂക്ക് തലത്തിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അദാലത്ത് നടത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇനി മലയാള മനോരമയിലേക്ക് വരുമ്പോൾ ഭരണഘടനാ അധിക്ഷേപം സജി ചെറിയാനെതിരെ അന്വേഷണം വീണ്ടും കുരുക്ക് എന്ന തലക്കെട്ടോടുകൂടി സജി ചെറിയാനുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നു മലയാള മനോരമ. കൈക്കൂലി ഇടപാട് US കുറ്റപത്രം, അദാനിക്ക് അറസ്റ്റ് വാറന്റ് എന്നുള്ള തലക്കെട്ടോടുകൂടി അദാനിക്ക് അറസ്റ്റ് വാറന്റുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നു മനോരമ. ഇന്ത്യയിലെ 2092 കോടി രൂപയുടെ കൈക്കൂലി മറച്ചുവെച്ച US നിക്ഷേപ സമാഹാരം. ഓഹരിയുടെ വിപണി മൂല്യത്തിൽ ഒറ്റ ദിവസം കൊണ്ട് 2 ലക്ഷം കോടിയുടെ നഷ്ടം. അദാനി അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം ഉൾപേജിൽ വിശദമായി നൽകുന്നു. നടൻ മേഘനാഥൻ അന്തരിച്ച വാർത്തയ്ക്ക് ഇടം നൽകുന്നു മനോരമ. കുഞ്ചുക്കുറുപ്പ് എന്നവരുടെ കാർട്ടൂൺ പരമ്പരയിൽ കരിങ്കൊടി വീശുന്നത് നിയമവിരുദ്ധമല്ലെന്ന് ഹൈക്കോടതി. രക്ഷാപ്രവർത്തനം ഫസ്റ്റ് എയ്ഡ് അല്ലെന്ന് വിധി വരുമോ എന്നുള്ളതാണ് അതിന് തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. മാതൃഭൂമിയുടെ തലക്കെട്ട് വളരെ മനോഹരമായ തലക്കെട്ടാണ്, വളരെ സ്ട്രൈക്കിംഗ് ആയ തലക്കെട്ടാണ്. ഷോക്ക് അടിച്ചു എന്നുള്ളതാണ് തലക്കെട്ട്. ഇടതുഭാഗത്ത് സൗരോർജ്ജ കരാറിന് കൈക്കൂലി, വലതുഭാഗത്ത് ഭരണഘടന അവഹേളിച്ച് പ്രസംഗം. ഇടതുഭാഗത്ത് അദാനി ഷോക്കടിച്ച് നിൽക്കുന്നൊരു ചിത്രം, വലതുഭാഗത്ത് സജി ചെറിയാൻ ഷോക്കടിച്ച് നിൽക്കുന്നൊരു ചിത്രം. സൗരോർജ്ജ കരാറിന് കൈക്കൂലി, ഗൗതം അദാനിക്കെതിരെ അഴിമതി കുറ്റം ചുമത്തി US. ഭരണഘടനയെ അവഹേളിച്ച് പ്രസംഗം, ക്രൈംബ്രാഞ്ച് അന്വേഷണം. മന്ത്രി സജി ചെറിയാനെതിരെ തുടരന്വേഷണം വേണമെന്ന് ഹൈക്കോടതി. അതിനകത്ത് ആരോപണം എങ്ങനെയെന്നുള്ളത് കൃത്യമായി കൊടുക്കുന്നു. കോടികൾ മുടക്കി കോടികൾ കൊയ്യാനുള്ള നീക്കം, അല്പം കൈക്കൂലി തരട്ടെ എന്നുള്ള ഇടപെടൽ, അദാനി ദ ബിഗ് മാൻ ചതിയും വഞ്ചനയുമൊക്കെ നടത്തിയ മുഴുവൻ വിവരങ്ങളും ഒരു കാർട്ടൂൺ പോലെ നൽകിയിട്ടുണ്ട് ഈ മാതൃഭൂമിയിൽ. വലതുഭാഗത്തെ പ്രസംഗം എങ്ങനെയായിരുന്നു എന്നുള്ളത് ആ പ്രസംഗം കൃത്യമായി നൽകുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് എഴുതി വച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി വെച്ചു. അത് ഈ രാജ്യത്തെ 75 വർഷമായി നടപ്പാക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം, ജനാധിപത്യം, കുന്തം കുടച്ചക്രം എന്നിങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ വളരെ കൃത്യമായി ഭരണഘടനയെ അവഹേളിക്കുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ഒരു ക്ലീൻ ഷീറ്റ് കൊടുത്തതെന്നൊന്നും അറിയില്ല. എന്തായാലും കോടതി ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. രാജിയില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് മാതൃഭൂമിയുടെ പേജിൽ നൽകിയിട്ടുണ്ട്. കാക്കദൃഷ്ടി എന്ന കാർട്ടൂൺ പരമ്പരയിൽ നിന്ന് രാജിവെക്കില്ല സജി ചെറിയാൻ, ധാർമ്മികത കുന്തമാണ് കുടച്ചക്രമാണ് എന്നുള്ളതാണ് എൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. കേസെടുത്തത് അമേരിക്കയിൽ, പ്രകമ്പനം ഇന്ത്യയിലെ ഓഹരി വിപണിയിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. ആ വാർത്ത നൽകിയിട്ടുണ്ട്. നടൻ മേഘനാഥൻ ഇനി ഓർമ്മ എന്ന വാർത്ത നൽകുന്നു മാതൃഭൂമി. കരിങ്കൊടി നിയമവിരുദ്ധമല്ല എന്ന ഹൈക്കോടതിയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ഇടമുണ്ട് മാതൃഭൂമിയിൽ. സ്ഥിരം വീട്ടു നമ്പർ പരിഗണനയിൽ, അതായത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനം കഴിയുന്നതോടെ വീടുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളുടെ നമ്പർ മാറും. ജനസംഖ്യാനുപാതികമായി അതിർത്തി പുതുക്കിയാലും കെട്ടിട നമ്പർ മാറുന്നതൊഴിവാൻ സ്ഥിരം നമ്പർ നൽകുന്നെന്ന് പരിഗണിക്കും. ഇനി ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ജന്മഭൂമി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഡൊമിനിക് അവാർഡ് ഓഫ് ഓണർ പ്രസിഡന്റ് സിൽവാനി ബാർട്ടൺ സമ്മാനിക്കുന്നു. ഗയാൻ പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലി ദ ഓർഡർ ഓഫ് എക്സലൻസ് മോദിയെ അണിയിക്കുന്നു എന്നുള്ള 2 ചിത്രങ്ങളും അതിൽ നൽകിയിട്ടുണ്ട്. മോദി വികസ്വര രാജ്യങ്ങളുടെ മാർഗദർശിനി എന്ന ഇർഫാൻ അലി പറഞ്ഞ വാർത്തയ്ക്ക് ഇട നൽകുന്നുണ്ട് ജന്മഭൂമി. ഭരണഘടനയെ അവഹേളിച്ച മന്ത്രി സജി ചെറിയാന് ഹൈക്കോടതിയുടെ പ്രഹരം എന്ന തലക്കെട്ടോടുകൂടി മന്ത്രി സജി ചെറിയാന് ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയതിനെതിരെ ഹൈക്കോടതിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ഇട നൽകുന്നു. മേഘനാഥൻ അന്തരിച്ച വാർത്തയ്ക്ക് ഇട നൽകുന്നു ജന്മഭൂമി. രാജിവെക്കില്ല, അതിന് മുകളിലും കോടതിയുണ്ടെന്ന് സജി, അപ്പീലിനില്ലെന്ന് സർക്കാരും എന്നുള്ള വാർത്തയും നൽകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ജന്മഭൂമി. അദാനിക്കെതിരായ ആരോപണം കോൺഗ്രസിനെ തിരിഞ്ഞുകുത്തുന്നു. കുറ്റപത്രത്തിൽ പറയുന്ന സമയത്ത് ഭരിക്കുന്നത് കോൺഗ്രസും സഖ്യകക്ഷികളും. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് അദാനി ഗ്രൂപ്പ്.
സോളാർ കരാറുകൾ നേടാൻ 2019 കോടി രൂപ ഗൗതം അദാനി കോഴ നൽകിയെന്ന US പ്രോസിക്യൂട്ടറുടെ കുറ്റപത്രം കോൺഗ്രസിനെ തിരിഞ്ഞുകുത്തുന്നു. കുറ്റപത്രത്തിൽ പരാമർശിക്കുന്ന സംസ്ഥാനങ്ങൾ ആ സമയത്ത് ഭരിച്ചത് കോൺഗ്രസോ സഖ്യകക്ഷികളോ ആണെന്ന് BJP തിരിച്ചടിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്യുകയും ലോകമൊത്തത്തിന് കൊടിയേറി അപകോളനീകരണത്തിലേക്കുള്ള ചുവടുവെപ്പ് വെങ്കയ്യ നായിഡു. അതായത് തെലങ്കാനയിൽ ലോക പൈതൃകങ്ങളുടെ മഹാപ്രദർശനത്തിന് തുടക്കം കുറിച്ച ലോക്മന്ഥൻ സാംസ്കാരികോത്സവത്തിന് കൊടിയേറ്റം. ഇനിയുള്ള നാളുകളിൽ ഭാരതീയ കരകളുടെയും ചിന്തകളുടെയും സാംഗമവേദിയാകും ഭാഗ്യനഗർ. കരിങ്കൊടി കാണിക്കുന്നത് നിയമവിരുദ്ധമല്ലെന്ന ഹൈക്കോടതി എന്ന വാർത്തയ്ക്ക് ഇട നൽകുന്നു ജന്മഭൂമി. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ താലൂക്ക് തല അദാലത്ത് ഡിസംബറിൽ തുടങ്ങും, പരാതി പരിഹരിക്കാൻ മന്ത്രിമാർ എന്നുള്ള വാർത്ത നൽകിയിട്ടുണ്ട് ദേശാഭിമാനി. കേന്ദ്ര അവഗണനയ്ക്കെതിരെ എംപിമാർ ഒന്നിക്കും, സംയുക്ത നിവേദനം നൽകും. മുണ്ടക്കൈ ദുരന്തം തീവ്ര സ്വഭാവമുള്ളതായി പ്രഖ്യാപിക്കണം, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വാർത്ത. ഇനി കുടിശ്ശികയില്ല, പട്ടികജാതി വിദ്യാർത്ഥികളുടെ ഉന്നത പഠനം 60 കോടി അനുവദിച്ചു. പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ ഉന്നത പഠനം സ്കോളർഷിപ്പിന് 60 കോടി രൂപ അനുവദിച്ചു. ഇതോടെ 2023-24 അധ്യയന വർഷം അപേക്ഷിച്ച 1,34,782 പേർക്കും സഹായം നൽകാനാകും. കുടിശ്ശികയടക്കം 270 കോടി രൂപയാണ് ഈ വർഷം മാത്രം സർക്കാർ നൽകിയത്. വളരെ മികച്ച ഒരു വാർത്തയാണിത്. സൗരോർജ്ജ കരാറിന് 2029 കോടി കോഴ. അദാനിക്ക് US അറസ്റ്റ് വാറന്റ്. ഗൗതം അദാനി, അനന്തരവൻ സാഗർ അദാനി എന്നിവരടക്കം 8 പേർ പ്രതികൾ. മോദിക്കും രക്ഷിക്കാൻ എളുപ്പമാകില്ല എന്നുള്ളതാണ് എന്നുള്ള വാർത്തയും നൽകുന്നുണ്ട് ദേശാഭിമാനി. ഹെഡ്മാഷ് എന്നവരുടെ കാർട്ടൂൺ പരമ്പരയിൽ സൗരോർജ്ജ കരാറിന് കൈക്കൂലി. അദാനിക്കെതിരെ ന്യൂയോർക്ക് കോടതി അഴിമതി കുറ്റം ചുമത്തി. മോൻ പേടിക്കണ്ട, തണുപ്പിക്കാൻ ഞാനുണ്ട് എന്നുള്ളതാണ് വാർത്ത നൽകിയിട്ടുള്ളത്. എന്നുള്ള രീതിയിലാണ് ആ കാർട്ടൂൺ നൽകിയിട്ടുള്ളത്. മന്ത്രി സജി ചെറിയാൻ്റെ പ്രസംഗം CBI വേണ്ട, അന്വേഷണം നടക്കട്ടെ എന്ന് MV ഗോവിന്ദൻ പറഞ്ഞത് നൽകുന്നുണ്ട്. മറ്റുള്ള പത്രങ്ങളെല്ലാം സജി ചെറിയാനെതിരായുള്ള വാർത്ത നൽകിയപ്പോൾ ദേശാഭിമാനി മാത്രമാണ് ഇത്തിരി മയപ്പെടുത്തിയ വാർത്ത നൽകിയിട്ടുള്ളത്. എന്തായാലും അടുത്ത പത്രം നോക്കാം. കേരള കൗമുദിയാണ് അടുത്ത പത്രം. ഭരണഘടനാ നിന്നയിൽ തുടരന്വേഷണം, മന്ത്രി സജി ചെറിയാൻ വീണ്ടും കുന്തമുനയിൽ എന്നുള്ള തലക്കെട്ടോടുകൂടി സജി ചെറിയാനെതിരെ അന്വേഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വാർത്ത നൽകുന്നു കേരള കൗമുദി. നാളെ വോട്ടെണ്ണൽ എന്ന തലക്കെട്ടോടുകൂടി വയനാട്ടിലും ചേലക്കരയിലും പാലക്കാട്ടും ഝാർഖണ്ഡിലും മഹാരാഷ്ട്രയിലുമെല്ലാം നാളെ വോട്ടെണ്ണലാണ്. നാളെ രാവിലെ 6 മണി മുതൽ നിങ്ങളോടൊപ്പം M5 ന്യൂസും തത്സമയം ഉണ്ടാകും. മഹാരാഷ്ട്രയിലെയും ഝാർഖണ്ഡിലെയും വയനാട്ടിലെയും ചേലക്കരയിലെയും പാലക്കാടിൻ്റെയും ഒക്കെ രാഷ്ട്രീയ ഭൂമികയിൽ ആരായിരിക്കും ഇനി MLA മാരും MP മാരും ഒക്കെ ആയി വരാൻ പോകുന്നതെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ മണിക്കൂറുകൾ 6 മണിയാകുമ്പോൾ അവലോകനങ്ങളിലൂടെ കൃത്യം സമയത്തുള്ള റിപ്പോർട്ടുകളിലൂടെ നിങ്ങളോടൊപ്പം M5 ന്യൂസും ഉണ്ടാകും. തത്സമയം നമുക്ക് ഒരുമിച്ച് വോട്ടെണ്ണൽ നടത്താം. ശബരിമല പോസ്റ്റ് ഓഫീസിന് 61 വയസ്സ്. അയ്യപ്പ സ്റ്റീലിന് സുവർണ ജൂബിലി. സ്വാമി അയ്യപ്പൻ സന്നിധാനം PO എന്ന തലക്കെട്ടോടുകൂടിയാണ് വാർത്ത നൽകിയിട്ടുള്ളത്. രാഷ്ട്രപതി കഴിഞ്ഞാൽ രാജ്യത്തെ സ്വന്തം പിൻകോഡും ലോകസീലും ശബരിമല അയ്യപ്പന് മാത്രമാണ്. പിൻകോഡ് 689713. 61 വർഷമായി ശബരിമല പോസ്റ്റ് ഓഫീസ് തുടങ്ങിയിട്ട്. ആ വാർത്ത വളരെ കൗതുകരമായി നൽകിയിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവ്, കരിങ്കൊടി പ്രതിഷേധം നിയമവിരുദ്ധമല്ല, മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാട്ടിയ കേസ് റദ്ദാക്കി എന്നുള്ള വാർത്ത മുഖ്യമന്ത്രിക്ക് തിരിച്ചടിയാകുന്നു. മണിപ്പൂരിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടു, മകൾ ജനിച്ച ദിവസം. മണിപ്പൂരിൽ സംഘർഷ സാഹചര്യം തുടരുന്നതിനിടെ ചുരാചന്ദ്പൂരിൽ വികൃതമാക്കപ്പെട്ട നിലയിൽ കുക്കി യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തി. സെക്രട്ടേറിയറ്റ് ക്ലോസറ്റ് തകർന്ന് ഉദ്യോഗസ്ഥയ്ക്ക് ഗുരുതര പരിക്ക്. 14 സെൻറ്റിമീറ്റർ നീളത്തിലും 4.84 സെൻറ്റിമീറ്റർ ആഴത്തിലും മുറിവ്, 14 തുന്നലുണ്ട്. നടൻ മേഘനാഥൻ ഓർമ്മയായി എന്ന വാർത്തയ്ക്ക് ഇട നൽകുന്നു കേരള കൗമുദി. തലവര എന്നവരുടെ കാർട്ടൂൺ പരമ്പരയിൽ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് അന്ന് രാജിവെച്ചത്. ധാർമ്മികതയുടെ സാഹചര്യം ഇപ്പോഴില്ല, സജി ചെറിയാൻ. എന്ത് ധാർമ്മികത, കുന്തം കൊടച്ചക്രം എന്നുള്ളതാണ് അതിൻ്റെയും തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. മറ്റൊരു ദിവസം മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.